പ്രത്യേകിച്ച് നമ്മുടെ അമലുകൾ അള്ളാഹുവിങ്കിലേക്ക് ഉയരുകയും പ്രത്യേകം അതിനെ പരിശോധിക്കപ്പെടുകയും ചെയ്യുന്ന ദിനങ്ങളാണ്. ആ ദിവസങ്ങളിൽ അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. ലികുല്ലി ഇംറിഇൻ, എല്ലാ മനുഷ്യനും, എല്ലാവർക്കും ഈ 2 ദിവസങ്ങളിലും അള്ളാഹു പുറത്തു കൊടുക്കും, എല്ലാ പാപം പുറത്തു കൊടുക്കും. പക്ഷേ ഒരു കണ്ടീഷൻ, ആ മനുഷ്യൻ ആരായിരിക്കണം? ലാ യുശ്രികു ബില്ലാഹി ശൈആ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത ആളാണെങ്കിൽ അവർക്കൊക്കെ അള്ളാഹു തിങ്കളാഴ്ചയും പുറത്തു കൊടുക്കും, വ്യാഴാഴ്ചയും പ്രത്യേകം പുറത്തു കൊടുക്കും. എന്നിട്ട് നബി തങ്ങൾ പറയുന്ന കാര്യമാണ് ഇനി പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലംറഅൻ, ഒരു മനുഷ്യനൊഴികെ അയാൾക്ക് പുറത്തു കൊടുക്കൂല. എന്താ കാരണം? കാനത്ത് ബൈനഹു, അയാൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്, വബൈന അഖീഹി, അയാളുടെ ഒരു സഹോദരനും ഇടയിൽ നിലനിൽക്കുന്നുണ്ട്, ഷഹ്നാ, വിദ്വേഷം, പക. ഷഹ്ന എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വിദ്വേഷം അല്ലെങ്കിൽ പക. ഇത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. ഫയഖൂലു, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയും അത്തരം ആളുകളെ കുറിച്ച്. മലക്കുകളോടുള്ള ഓർഡർ എന്താണ്? ഉത്റുകൂ ഹാദൈനി, ഇവരെ 2 നിങ്ങൾ വിട്ടേക്കുക. ഹത്താ യസ്തലിഹ, അവർ 2 പരസ്പരം നന്നാകുന്നത് വരെ. എത്ര ഗൗരവമാണ്! നമ്മൾ ധാരാളം സദസ്സുകളിൽ നിന്ന് കേട്ടിട്ടുള്ള ഹദീസുകളാണ്. പിണങ്ങി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആരായാലും, ഇത്രയൊക്കെ ഗൗരവം ഉണ്ടായിട്ട് പോലും ആളുകൾ പിന്നെ എങ്ങനെയായി പിണങ്ങി തെറ്റി നിൽക്കുന്നത്? ശൈത്താന്റെ കളി. ശൈത്താനോടെ സ്വാധീനം നേടുകയാണ്. 3 ദിവസം പോയിട്ട് കൊല്ലങ്ങളോളായിട്ട് മിണ്ടാതെ, ആജീവനാന്തം മിണ്ടാതെ നടക്കുന്ന എത്ര ആളുകളുണ്ട്. എത്ര റമദാനുകൾ വന്നു, എത്ര ഹജ്ജ് കാലം വന്നു, എത്ര പ്രവർത്തനങ്ങൾ വന്നു. സ്വീകരിച്ചില്ലെങ്കിൽ വേണ്ട, എനിക്ക് എൻ്റെ കുനിഷ്ടും എൻ്റെ അഹങ്കാരവും തന്നെ വലുത് എന്നുള്ള മട്ടിലെ ആളുകൾ പിണങ്ങി നിൽക്കുന്നതാണ്. പിന്നെ എന്തിനാണ് ഈ ഹദീസുകൾ കേൾക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? ആഴ്ചയിൽ 2 ദിവസം പുറത്തു കൊടുക്കൂല, തിങ്കളും വ്യാഴവും പ്രത്യേകം പുറത്തു കൊടുക്കേണ്ട ദിവസം പോലും പുറത്തു കൊടുക്കൂലാന്ന്. എന്താ കാരണം? ഇവർ തെറ്റി നിൽക്കണേന്ന്. ഇവർ നന്നാവട്ടെ എന്നാ പറയണത്, നന്നാവാതെ പുറത്തു കൊടുക്കൂലാന്ന്. അപ്പൊ പാപം പൊറുക്കാൻ വരെ തടസ്സമാണ് 2 ആളുകൾ 3 ദിവസത്തിലപ്പുറം തെറ്റി നിൽക്കൽന്ന്. ഇത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്നും തെറ്റി നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ, നന്നായിട്ടുണ്ടാവില്ല. അതിപ്പോ എനിക്കെന്താ കുറവ്? എന്തപ്പോ എനിക്ക് കുറവെന്ന്? ഓ ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ എന്താ അങ്ങോട്ട് പോണ്? എനിക്കെന്താപ്പ കമ്മി? ഞാൻ അയാളെ നിലവിലാ ജീവിക്കണ്, എനിക്കെന്തിന്റെ കുറവുള്ളത്? അത് ശൈത്താൻ പറയും അങ്ങനെ തന്നെയാടാ ശരി, ഇയ്യ പറഞ്ഞതാണ് ശരി. അത് മൂർച്ച കൂട്ടല ശൈത്താന്റെ പണി. അടുത്ത അതീതുകൊണ്ട് മനസ്സിലാവും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ ഈ നിലക്കുള്ള പിണക്കത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, പാപമോചനം ഉദ്ദേശിച്ചിട്ടാണല്ലോ ഈ ഹജ്ജും ഉംറയും സദഖയും നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ. റബ്ബിന്റെ അടുക്കൽ നിന്ന് റബ്ബിന്റെ റിള കിട്ടണം, മഗ്ഫിറത്ത് കിട്ടണം, സ്വർഗം കിട്ടണം. അതാണ് നമ്മുടെ ആത്മാർത്ഥ ലക്ഷ്യമെങ്കിൽ, അപ്പറയുന്നതിൽ കാപ്പട്യമൊന്നും ഇല്ലെങ്കിൽ ഈ പരിഹാരം ചെയ്തേ പറ്റൂ.